ബ്ലെസ്ഡ് അവർ എന്ന പേരിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബ്ലെസ്ഡ് അവർ എന്ന പേരിൽ ഇബ്രാഹിം ബാങ്കോടിന്റെയും ഹനീഫ് തുരുത്തിയുടെയും നേതൃത്വത്തിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ കലീൽ ഹുദവി നോമ്പിന്റെയും വായനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒന്നാമത്തെ ആയത്തിൽ മതവിദ്യാഭ്യാസമായി, രണ്ടാമത്തെ ആയത്തിൽ ഭൗതികമായ സെക്യുലർ വിദ്യാഭ്യാസമായി, മൂന്നാമത്തെ ആയത്ത് പറയുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നാണ്. അപ്പൊ എഴുത്തും വായനയെയും പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനമായി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നുള്ളതാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും വക്താക്കളായ പി ദാമോദരൻ, കെ രവീന്ദ്രൻ, ടി കെ രാജശേഖരൻ, കെ വി സജേഷ്, എസ് വി അശോക് കുമാർ, വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് കെ മണികണ്ഠൻ, സി മുരളീധരൻ, നാസർ കുരിക്കൾ, പുകാസയുടെ ടി ഗംഗാധരൻ, കെ എച്ച് മുഹമ്മദ്, എഴുത്തുകാരായ ബാലകൃഷ്ണൻ ചെറുക്കള, രവീന്ദ്രൻ പാടി, ഷാഫി തെരുവത്ത്, റഹ്മാൻ മുട്ടത്തൊടി, നഹാസ് പി, സാമൂഹ്യ പ്രവർത്തകരായ രമണി പ്രകാശ്, വേണു കണ്ണൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും കോലായിക്കാരും സംബന്ധിച്ചു. ഒരു ഇഫ്താറിൻ്റെ ആ ഒരു പ്രത്യേകത എന്ത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ ഇതെല്ലാം ഒരു മാനവികതയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓണമായാലും ന്യൂ ഇയർ പരിപാടിയായാലും ഈ പറഞ്ഞ നോമ്പ് തുറയായാലും അപ്പോൾ അത് ഇക്കൊല്ലും വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് മാക്സിമം ആൾക്കാരൊക്കെ വിളിച്ച് ഇനി ഭാവിയിലും ഇനി ഫ്യൂച്ചറിലും നമ്മൾ ഗംഭീരമായി ഇതുപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.